ബംഗ്ലാദേശിലെ സംഘർഷ സാഹചര്യങ്ങൾ തിരിച്ചറിയുന്നതിൽ ഇന്ത്യക്ക് പാളിച്ചയുണ്ടായിട്ടുണ്ട്. ഈ ചോദ്യം ഇപ്പോൾ ചർച്ചയാവുകയാണ്. സർവകക്ഷി യോഗത്തിൽ ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളും ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ സർക്കാർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലും ഈ ചോദ്യം ഉന്നയിക്കപ്പെട്ടു. പ്രതിപക്ഷത്തു നിന്ന് തന്നെയാണ് ചോദ്യം ഉണ്ടായത്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെയാണ് ഇതൊരു ആശങ്കയായി ഉന്നയിച്ചത്. പക്ഷേ വീഴ്ചകളൊന്നും പറ്റിയിട്ടില്ല എന്നതാണ് സർക്കാർ നൽകിയ വിശദീകരണം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ തന്നെയാണ് ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവിന് മറുപടി നൽകിയത്. ബംഗ്ലാദേശിലെ ഓരോ സാഹചര്യങ്ങളും ഇന്ത്യ നിരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും ഇപ്പോൾ സംഭവിച്ചത് പ്രതീക്ഷിച്ച നടപടികളാണെന്നും എല്ലാം നിയന്ത്രണത്തിലാണെന്നും എന്നതുമാണ് വിദേശകാര്യമന്ത്രി വിശദീകരിച്ചത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ അങ്ങനെയെങ്കിൽ നേരത്തെ ഒരു നടപടിയെടുക്കാൻ ഇന്ത്യക്ക് കഴിയാതെ പോയത്? ബംഗ്ലാദേശ് എന്നത് ഇന്ത്യയെ സംബന്ധിച്ച് തന്ത്രപരമായ സ്ഥാനം വഹിക്കുന്ന ഒരു അയൽ രാജ്യമാണ്. ബംഗ്ലാദേശിലെ സാഹചര്യങ്ങൾ എന്തുകൊണ്ടും ഇന്ത്യക്ക് നിർണായകമാണ്. കാലങ്ങളായി ബംഗ്ലാദേശികളുടെ ഇന്ത്യയിലേക്കുള്ള കുടിയേറ്റ പ്രശ്നങ്ങളടക്കം ഇന്ത്യയിൽ ചർച്ച ചെയ്യപ്പെട്ടു വരുന്നുണ്ട്. അതുകൊണ്ട് എന്തുകൊണ്ട് ഇക്കാര്യത്തിൽ വേണ്ടത്ര ആർജവമുള്ള നടപടി ഉണ്ടായില്ല എന്ന ചോദ്യം പ്രതിപക്ഷത്തു നിന്നും സ്വാഭാവികമായും ഉണ്ടാവും. എന്നാൽ രാജ്യത്തെ സ്ഥിതിഗതികൾ നേരത്തെ തന്നെ നിരീക്ഷിച്ചു വരികയായിരുന്നു എന്നതാണ് സർക്കാർ വിശദീകരിക്കുന്നത്. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയിലേക്കുള്ള കടന്നുവരവും നിലവിലുള്ള സാഹചര്യങ്ങൾ സംബന്ധിച്ച് പ്രതിപക്ഷ കക്ഷികളുമായുള്ള ആശയവിനിമയത്തിലാണ് സർക്കാർ കാര്യങ്ങൾ വ്യക്തമാക്കിയത്. ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഈ പ്രതിപക്ഷ കക്ഷികളുമായുള്ള സർവകക്ഷി യോഗത്തിൽ പങ്കെടുത്തു. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഇന്ത്യക്ക് ചില വീഴ്ചകൾ ഉണ്ടായോ എന്ന വിഷയം പ്രതിപക്ഷം ചർച്ചയാക്കുമ്പോൾ നമുക്ക് മുന്നിൽ ഉയർന്നു വരുന്ന ചില വിഷയങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, മാസങ്ങൾ നീണ്ടുനിന്ന പ്രക്ഷോഭങ്ങൾക്കും രാഷ്ട്രീയ നീക്കങ്ങൾക്കും ഒടുവിലാണ് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് രാജ്യം വിടേണ്ട സാഹചര്യം ഉണ്ടായത്. എന്തുകൊണ്ട് ഈ ഘട്ടം തുടക്കത്തിൽ ഇന്ത്യയുടെ ഇടപെടൽ ആ തരത്തിൽ ഒന്നും ഉണ്ടായില്ല? അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് സംബന്ധിച്ച് നേരത്തെ ഒരു യോഗം വിളിക്കുകയോ പ്രതിപക്ഷവുമായുള്ള ആശയവിനിമയവും എന്തുകൊണ്ട് നടന്നില്ല എന്ന ചോദ്യം കൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തുകൊണ്ടാണ് ബംഗ്ലാദേശിലെ സാഹചര്യങ്ങളിൽ ഇന്ത്യ ഇത്ര കണ്ട് ആശങ്കപ്പെടുന്നത് എന്ന ചോദ്യമാണ് ഈ ഘട്ടത്തിൽ പ്രസക്തമായി വരുന്നത്. ഇന്ത്യക്ക് സ്വാഭാവികമായും ആശങ്കപ്പെടേണ്ട സാഹചര്യമുണ്ട്. കാരണം ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയം അത്ര കണ്ട് ഇന്ത്യക്ക് മേൽ നിർണായകമാവുകയാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യ തന്ത്രപരമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. കാരണം ഷെയ്ഖ് ഹസീന UK യാത്രയിലാണ്. അതിനിടയിലാണ് അവർ ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷെ അവർ ഇപ്പോഴും ഇന്ത്യയിൽ തന്നെ തുടരുന്നു എന്ന കാര്യം ഇന്ത്യ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷ നേതാക്കളെ അടക്കം സർക്കാർ ഇക്കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ മുഖ്യ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഇന്നലെ തന്നെ ഷെയ്ഖ് ഹസീനയെ സന്ദർശിച്ചിരുന്നു. ധാക്കയിൽ നിന്നും അവർ പുറപ്പെട്ടപ്പോൾ തന്നെ ഇന്ത്യൻ അതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ അനുമതി നൽകുകയും ഒപ്പം തന്നെ പശ്ചിമ ബംഗാളിൽ ഉണ്ടായിരുന്ന വ്യോമത്താവളങ്ങളിൽ നിന്ന് വിമാനങ്ങളെ അയച്ചുകൊണ്ട് അതിന് സുരക്ഷ നൽകാനുള്ള നിർദ്ദേശം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ആ തരത്തിലുള്ള ഇടപെടലുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഷെയ്ഖ് ഹസീന എന്നും ഇന്ത്യയുമായി നല്ല ബന്ധം സൂക്ഷിക്കുന്ന ഒരു ലോക നേതാവാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വളരെ അടുപ്പമുണ്ട്. ഏറ്റവും അടുത്തിടെ അവർ തെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവരെ അഭിനന്ദിച്ച് രംഗത്ത് വരികയും ചെയ്തതാണ്. നിലവിലുണ്ടായ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിയുമായുള്ള അതിർത്തിയിൽ കൂടുതൽ ജാഗ്രത പുലർത്താൻ ഇന്ത്യ തീരുമാനിച്ചിട്ടുണ്ട്. അതിർത്തി പൂർണ്ണമായി അടച്ചു എന്ന് മാത്രമല്ല, BSFന്റെ ഡയറക്ടർ ജനറൽ അടക്കം നേരിട്ട് സന്ദർശിച്ചുകൊണ്ട് അവിടുത്തെ സ്ഥിതിഗതികൾ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയുമാണ്. ഇതിനു പുറമെ ബംഗ്ലാദേശിലേക്കുള്ള വ്യോമ ഗതാഗതം പൂർണ്ണമായി ഇന്ത്യ നിർത്തിവെച്ചിട്ടുണ്ട്. സ്വകാര്യ സർവീസുകളോടും ഒപ്പം തന്നെ പൊതുമേഖലയിലുള്ള വ്യോമ ഗതാഗത സർവീസുകൾക്കുമെല്ലാം ഈ നിർദ്ദേശം കൈമാറിയിട്ടുണ്ട്. ധാക്കയിൽ നിന്നും ബംഗ്ലാദേശിലെ എല്ലാ വിമാനത്താവളങ്ങളുമായുള്ള ആ വ്യോമതലത്തിലുള്ള ബന്ധങ്ങളും പൂർണ്ണമായി അവസാനിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം ബംഗ്ലാദേശിലേക്കുള്ള റെയിൽ ഗതാഗതം നിർത്തിവെച്ചിട്ടുണ്ട്. ഈ തരത്തിൽ വലിയ ജാഗ്രതയുള്ള നടപടികളാണ് ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടുത്തെ ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും ഇക്കാര്യത്തിൽ വീഴ്ച പറ്റിയിട്ടില്ല എന്നതുമാണ് സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യ ഇത്തരം സുസജ്ജമായ സംവിധാനങ്ങളുള്ള ഇന്ത്യ ഇക്കാര്യത്തിൽ മുൻകരുതൽ നടപടി എടുത്തില്ല എന്ന ചോദ്യം പ്രതിപക്ഷം ഉന്നയിക്കുകയും ചെയ്യും.